ആട് 3 തീരുവാണ്. ആട് 3 നിങ്ങൾ ഇന്ന് വന്ന ദിവസം ഞാൻ ഇന്ന് പോവുകയാണ്, നാളെ തീരും. ഈ ആട് 3യുടെ ഈ വിന്നേഴ്സ് പോത്തുമുക്ക് ഗ്യാങ്ങിന്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളൊരു ടീം ഫുള്ള് പങ്കുവച്ചപ്പോൾ അതിന്റെ താഴെ വന്ന ഏറ്റവും കൂടുതൽ കമന്റ് ആണ് മൂങ്ങ എന്ന ക്യാരക്ടർ ചെയ്യുന്ന പയ്യന്റെ പേരെനിക്ക് വിനീത് എന്നാണ്. അദ്ദേഹം ഇല്ല, അതിന് പകരം ഫുക്രു ആണ്. അപ്പം ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അതിന്റെ താഴെ വന്നിട്ടുണ്ട്. പാവം പയ്യനാ ശരിക്കും പറഞ്ഞാല്. വെറുതെ ആൾക്കാർക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. ഇപ്പം എനിക്കും വരാറുണ്ട് ഇതേപോലത്തെ. അവരൊരു പാവം പയ്യനാണ്, ഒരു കുഴപ്പമില്ലാത്ത നല്ല അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള പയ്യനാണ്. എല്ലാ കാര്യത്തിലും നല്ല തീരുമാനങ്ങൾ എടുക്കാനും പറയാനും അവന് കുറെ ഇതുണ്ട്. അവനെ എന്തോ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ആൾക്കാർ. ഞാൻ വിചാരിച്ചിടത്തോളം അവൻ ഭയങ്കര പാവം പയ്യൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പാവമായിരിക്കും അവൻ. എന്താണ് ആ മുന്നേ ഉണ്ടായിരുന്ന അദ്ദേഹം മാറാനുള്ള റീസൺ? ഐ മീൻ അവന് മറ്റേ ബിഗ് ബോസിൽ ഇത്, പിന്നെ നേരത്തെ തുടങ്ങിയവൻ ഈ ടിക്ടോക്ക്. വിനീത് എന്തോ ഒരു ദുബായിലെന്തോ ബിസിനസ് തുടങ്ങി. അവന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുതിര പഠിക്കാനോ ഇതൊക്കെ 10 ദിവസമൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അവനെന്തോ പെട്ടെന്ന് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ദുബായിലേക്ക് പോയതാണ്. അവൻ ഫ്രൈഡേ ഫിലിംസിലെ ഒരു ആളായിരുന്നു. ഫ്രൈഡേ ഫിലിംസിൽ അവന് വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ ആ കഥാപാത്രത്തിലേക്ക് വരുന്നത്. അവനെന്തോ ബിസിനസ് സ്വന്തമായിട്ട് കൂട്ടുകാരൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ അതിന്റെ തിരക്ക് കൊണ്ട് പോയതാ. അങ്ങനെ പോയതാണ്. കാരണം പല പല റൂമേഴ്സ് അവൻ അവന്റെ തൊഴില് നോക്കി പോയതാ. അപ്പൊ അവിടെ ഇതുകൊണ്ട് പോയതാ, അല്ലാണ്ടാണ്. നല്ല പയ്യനായിരുന്നു. ഈ ആടിനെ പറ്റി ഞാൻ ഉള്ളിൽ നിന്ന് അറിഞ്ഞു 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ, പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാൽ. അതായത് 3 കാലഘട്ടമൊക്കെ നമ്മൾ പുറത്തു വിട്ടാണ്. ഈ ബിഫോർ, പ്രസന്റ്, ആഫ്റ്റർ എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ മമ്മൂക്കയായിരുന്നു വരാനിരുന്നത്. ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി വെച്ച് മറ്റൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല അങ്ങനത്തെ. ഇതിപ്പോ ഒരു പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഒരു എപ്പിക് മൂവിയാണിത്. എപ്പിക് കോമഡി, എപ്പിക് മൂവി എന്ന് പറഞ്ഞാല് ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ല. വർക്കൗട്ടായാൽ നല്ല സംഭവമായിരിക്കും. ഓക്കെ ചേട്ടാ, പിന്നെ ഇലക്ഷൻ വരുവാണ് അടുത്തത്. ഇപ്പോ കേൾക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് പാർട്ടിക്കാരെ, ഒരുപാട് സെലിബ്രിറ്റി മത്സരാർത്ഥികളെ നിർത്തി, അപ്രതീക്ഷിതമായിട്ടുള്ള മത്സരാർത്ഥികളെ നിർത്തി സ്റ്റാർ കാൻഡിഡേറ്റ്സിനെ ഇറക്കാനുള്ള പരിപാടികളാണെന്ന് ഇങ്ങനെ ഇപ്പൊ ആസിഫിന്റെ പേര് കേൾക്കുന്നുണ്ട്, പിഷാരടിയുടെ പേര് കേൾക്കുന്നുണ്ട്, പലരുടെയും പേര് കേൾക്കുന്നുണ്ട്, വിജയൻ സാറിന്റെ പേര് കേൾക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ തവണ ചേട്ടൻ മത്സരിച്ചതാണ്. ഇത്തവണ ഈ ഒരു പ്രേക്ഷകർ, ഇപ്പം തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അവരൊരു സ്റ്റാർഡം കണ്ട് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണ്. കേരളത്തിൽ അത് എത്രത്തോളം വർക്കൗട്ട് ആവില്ല. സ്റ്റാർഡം വെച്ചിട്ടുള്ള രീതി കേരളത്തിൽ വർക്കൗട്ട് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പടിപടിയായിട്ട് വന്ന ഒരാളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായിരുന്നു. നാട്ടിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സേവാദൾ എന്നുള്ള സംഘടനയുണ്ട് കോൺഗ്രസ്സിൽ. അതിൽ ഞാൻ എല്ലാ ക്യാമ്പിലും പങ്കെടുത്തതാണ്. സ്റ്റേറ്റ് ബെസ്റ്റ് കേഡറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. അതേപോലെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് സിനിമയിൽ ഉയർത്തി പറഞ്ഞ ഒരാളാണ് ഞാൻ. സലിം ചേട്ടനും പിഷാരടി ഞാൻ ഇലക്ഷൻ എന്ന ടൈമിലാണ് പാർട്ടിയിലേക്ക് വരുന്നത്. അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടാവും. കുറേ ഉണ്ട്. ജനവരുടെ പേരെടുത്ത് പറയാനായിട്ടാണ്. ഇവരൊക്കെ കോൺഗ്രസ്സുകാരൊക്കെയാണ്, കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്നതാണ്. പക്ഷെ ഞാൻ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞാൻ ഈ സംഘടനയിൽ പടിപടിയായിട്ട് വന്നതാണ്. ഈ പിഷാരടിയുടെ ഒരു പിഷാരടി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആസിഫ് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർഡം ഇവർക്ക് മെച്ചമാവില്ലെന്നാണ് പറയുന്നത്. ആണോ? ആണ്. അത് എന്ന് പറഞ്ഞാൽ അവര് പിഷാരടിക്ക് നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ സീറ്റ് കിട്ടുമെന്ന് ഇപ്പൊ ഈ പ്രാവശ്യം സാധ്യതകൾ കൂടുതലുള്ളതുകൊണ്ട് ഇത്തിരി തിരക്ക് കൂടുതലായിരിക്കും. സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അനുകൂലമായ ഒരു കാറ്റാണ് ഈ കാറ്റ് ഉള്ളത് കൊണ്ട് സീറ്റ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. സീറ്റ് കിട്ടിയാൽ അനുകൂലമായിരിക്കും. മനസ്സിലായി. കഴിഞ്ഞ തവണ ചേട്ടൻ മറ്റൊരു സ്ഥലത്താരോ വേറെ ഏതെങ്കിലും ഒരു ഏരിയയിലായിരുന്നു നിന്നിരുന്നുണ്ടെങ്കിൽ വിധി മറ്റൊന്നാവെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് കുന്നത്ത് നടക്ക പറഞ്ഞതാണ്.
ശ്രീനിജനാണ് അവിടെ അതെ അതെ ജയിച്ചത്. അപ്പോൾ ഒരിക്കൽ ശ്രീനിജനും ഞാനും കൂടി ഒരു ഫ്ലൈറ്റ് യാത്രയിൽ പുള്ളിനോട് പറയുകയും ചെയ്തായിരുന്നു, താൻ വന്നിരുന്നെങ്കിൽ ടൈറ്റ് ആയേനെ, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്താണ് നിർത്തിയത്, ഞാൻ പോയി നിന്നതും നിർത്തിയതും. എങ്ങനെ കിട്ടി എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ സീറ്റിന് വേണ്ടി ഇതുവരെ ആരുടെ പുറകെ പോയിട്ടില്ല, ഒന്നുമില്ല. പാർട്ടി എന്നെ നിർത്തി, ഞാൻ അവിടെ നിന്നു എന്നുള്ളതാണ്. അത് എനിക്ക് കുന്നത്തുനാടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനോട് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ തന്നെ എന്നോടൊന്ന് മത്സരിക്കാൻ പറഞ്ഞ ഒരാളാണ്. ഓക്കെ, അന്ന് ഓക്കെ. ഇത്തവണ എന്തെങ്കിലും സാധ്യതകൾ? അല്ല, ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പുറകെ ഞാൻ പോയിട്ടില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഭയങ്കര ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അത്ര മുടക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുക എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടി കുറേ ചിലവാക്കും, പക്ഷെ നമ്മൾ ചിലവാക്കേണ്ടി വരും, നമ്മളുടെ വസ്തുതയാണ്. നമ്മളുടെ കയ്യിൽ നിന്നും ഇറങ്ങും. പിന്നില്ല മൊത്തം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലെയല്ല. കോൺഗ്രസ് പാർട്ടിയിൽ എന്തായാലും പൈസ കുറച്ച് ഇറക്കേണ്ടിയൊക്കെ വരും. അങ്ങനത്തെ ഒരു സാഹചര്യം വരും, നിലവിലുണ്ടാവും. ഞാനൊരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ചേട്ടൻ കയ്യിൽ നിന്ന് എത്ര ഇറങ്ങിയിട്ടുണ്ടോ? ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണോ? ആ, എൻ്റേതൊന്നും മുടക്കേണ്ടി വന്നില്ല. കുഞ്ഞാലി സാറും രമേശ് ചെന്നിത്തല സാറും സി വേണുഗോപാലും നൈബീഡനും ചാണ്ടിയുമ്മനും എല്ലാവരും സഹായിച്ചു. അപ്പൊ ഇത്തവണ പിന്നെ ഇങ്ങനെ ഇറങ്ങേണ്ടി വരുമെന്ന് പറയാനുള്ള റീസൺ? അല്ല, ഞാനതിന് താല്പര്യപ്പെട്ടിട്ടില്ല. പാർട്ടി ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നത്. അല്ലെങ്കിൽ ഞാൻ അതിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കാൻഡിഡേറ്റ് ആയാൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഫണ്ട് ഇറങ്ങും എന്ന് പറയാനുള്ള റീസൺ ചോദിച്ചത്. ഇലക്ഷൻ ആകുമ്പോൾ നമുക്ക് ഫണ്ട് എന്തായാലും ചിലവാക്കേണ്ടി വരും. കുറേ ചിലവുകളുണ്ടല്ലോ ഇതിൻ്റെ പുറകിൽ. അപ്പം അത് ഇപ്പം നമ്മളൊരു സിനിമാ താരമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ അടുത്ത് കുറേ പൈസ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് തരാതിരുന്നാൽ അത് മോശമാക്കുക. അപ്പം എന്തായാലും പണം മുടക്കുള്ള പരിപാടി തന്നെയാണ് തിരഞ്ഞെടുപ്പ്. അതിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും എന്താ തിരഞ്ഞെടുപ്പാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും പൈസ മുടക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് മുടക്കാനായിട്ട് അത്ര പൈസയൊന്നുമില്ല. ഇപ്പൊ പല ചർച്ചകൾ വരുന്ന കൂട്ടത്തില് അടുത്ത തവണ തുടർഭരണമില്ല, UDF ആണ് ഭരണത്തിൽ. UDF ആയിരിക്കും. ആരായിരിക്കും മുഖ്യമന്ത്രി? ഇപ്പോഴേ അതിനുള്ള സംസാരങ്ങൾ പിടിവലികളൊക്കെ കോൺഗ്രസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാരാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്. ഈ എണ്ണം പറഞ്ഞ ടീമുകൾ ഉണ്ട്. അതിൽ യോഗ്യരായവരെ പാർട്ടി ആ സമയത്ത് ACCയും അതൊക്കെയാണല്ലോ തീരുമാനിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യരായിട്ടുള്ള ഒരുപാട് നേതാക്കൾ ഉണ്ട്.